സർവാഡംബര വിഭൂഷിതയായി ദന്തഗോപുരങ്ങളിലിരിക്കുന്ന ഈ വിട്ടുദൈവത്തിൻ്റെ വായിൽ കോലും തിരികെ വന്നിരുന്ന് കോമാളികളാകുന്നവരെ ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് റീച്ച് കിട്ടാൻ ഏത് ചെകുത്താൻ്റെയും ഛർദിൽ വരും, സ്വാഭാവികം. എന്നാൽ അതിന് കീഴിൽ വന്ന് ഗ്രേറ്റ്, റിയൽ, വൗ, വണ്ടർഫുൾ, ജീനിയസ്, മാർവലസ്, സുന്ദരി, സുശീല എന്നും പറഞ്ഞ് വന്ന് ഛർദിൽ വിഴുങ്ങുന്ന ഒരൊറ്റ വിട്ടിക്കെങ്കിലും പറഞ്ഞു തരാമോ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന്? എനിക്കൊരു കുന്തവും മനസ്സിലായിട്ടില്ല. നമസ്കാരം. മദർ തെരേസ, ദയാബായി, ഉമാപ്രേമൻ, ഡോക്ടർ എം.എസ്. സുനിൽ, വേണ്ട കുറഞ്ഞ പക്ഷം ഒരു സീമാജി നായരെങ്കിലും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ധാരാളം ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ ഒന്ന് ഏഴയിലെത്താൻ എന്നല്ല ഒന്ന് എത്തി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖസത്യം അവശേഷിക്കുന്നു. അവരോടൊക്കെ പലപ്പോഴും അസൂയ നിർഭരമായ ആരാധനയാണ് തോന്നിയിട്ടുള്ളത്. കാരണം സമൂഹത്തിന് എത്ര വലിയ സംഭാവനകളാണ് അവരൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമൃതാനന്ദമയ്ക്ക് ശേഷം ആരെ എന്ന ചിന്ത പലരെ എന്ന പോലെ എന്നെയും അലട്ടിയിരുന്നു. ഏതായാലും ഉത്തരം കണ്ടെത്തി. സാക്ഷാൽ ലെനാനന്ദമയി. മണിമണി പോലെയുള്ള കൊച്ചു പെൺപിള്ളേർ തള്ളിക്കേറി വന്ന് സിനിമയിൽ നിന്ന് തള്ളി ഔട്ടായെന്ന് തോന്നിയപ്പോൾ സ്വയം തള്ളുമായി വന്നിരിക്കുകയാണ് ആധ്യാത്മികതയുടെ കപടവേഷധാരിയായി. ലെന എന്ന സെലിബ്രിറ്റി വരും തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം അഥവാ ഗുണപാഠം ഒന്ന്: കൊടൈക്കനാലിൽ പോവുക, മാജിക് മഷ്റൂം അടിച്ച് ഫിറ്റായാൽ ആത്മീയതയുടെ പരകോടിയായ പരമാനന്ദ അഥവാ സച്ചിദാനന്ദത്തിലെത്താം. ശരിയാണ്, അത് കഞ്ചാവ്, ഉമ്മം, കൊക്കൈൻ തുടങ്ങിയ മാദക സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. ഇവയ്ക്ക് പുറമെ ചരസ്, ബ്രൗൺ ഷുഗർ, MDMA ഒക്കെ ഇല്ലാത്ത കാശ് കൊടുത്ത് അഥവാ TN ഗോപകുമാർ പറയും പോലെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നും കുറ്റകരമാണ് എന്നുമറിഞ്ഞിട്ടും ഉപയോഗിക്കുന്നതിന്റെ കാരണം അത് നൽകുന്ന ലഹരിയിൽ നിന്ന് ലഭിക്കുന്ന ആ അനുഭൂതി തന്നെ. അരിമേടിക്കാതെ പട്ട വാങ്ങി അടിക്കുന്നവന്റെയും ലക്ഷ്യം ഇത് തന്നെ. അതിനെ ആത്മീയതയുടെ പരകോടിയായ സച്ചിദാനന്ദം എന്നൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് കാണുമ്പോൾ എവിടെയോ ഒരു പിരി, ഒരല്പം ലൂസല്ലേ എന്ന് നോർമലായിട്ടുള്ളവർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ ലെന ഞാനല്ല, ഞാൻ ലെനയല്ല എന്നും മറ്റും കേൾക്കുമ്പോൾ കോബ്ര സിനിമയിലെ സലിം കുമാർ പറയുന്ന ഇത് ഞാനല്ല, ശരിക്കുമുള്ള ഞാൻ എവിടെയോ വെളുത്ത് തൊടുത്ത് ഇരിപ്പുണ്ട് എന്ന ഒരു ഡയലോഗാണ് ഓർത്തു പോകുന്നത്. ഞാൻ ആരാണ്, എൻ്റെ നില, വില, സ്ഥിതി, ബന്ധങ്ങൾ, കടപ്പാടുകൾ ഒക്കെ തീർച്ചയായും ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. സമൂഹത്തോട് തനിക്കുള്ള കടമകൾ നിറവേറ്റി സാർത്ഥകമായി ജീവിതം നയിക്കാൻ ആ അറിവ് നമ്മെ സഹായിക്കും. എന്നാൽ 24 മണിക്കൂറും സ്വയം നോക്കിയിരിക്കുകയല്ല വേണ്ടത്. ലെന ആര്, കഴിഞ്ഞ ജന്മത്തിൽ ലെന ആരായിരുന്നു, ഈ ജന്മത്തിൽ ഞാൻ ആര്, ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന നേരത്തിന് കുറഞ്ഞ പക്ഷം തന്റെ അയൽപക്കത്തുള്ളവരാരൊക്കെ, അവർ ഇന്ന് ഭക്ഷണം കഴിച്ചോ, അടുത്ത മകലുമായി പാർക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് അല്ല ദശലക്ഷക്കണക്കിന് മനുഷ്യജീവികൾ നേരിടുന്ന ദാരിദ്ര്യം, രോഗം, മാനസിക സംഘർഷം, പാർപ്പിടമില്ലായ്മ, തൊഴിലില്ലായ്മ തുടങ്ങി അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കൂടി അന്വേഷിക്കുക. അന്തിയുറങ്ങാൻ, തലയൊളിക്കാൻ ഇടമില്ലാത്ത ഒരു നേരത്തെ അന്നത്തിനായി കുടുംബം പോറ്റാൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി സ്വന്തം മാംസം വിൽക്കേണ്ടി വരുന്ന ശപിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് പെൺജന്മങ്ങൾ. അവരിലേക്ക് കൂടി ഇടയ്ക്കൊന്ന് കണ്ണയക്കൂ. അവർക്ക് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും ഒന്ന് അനക്കി നോക്കൂ. അതിൽ നിന്ന് കിട്ടുന്ന സച്ചിദാനന്ദം ഒന്ന് അനുഭവിച്ചു നോക്കൂ. അതനുഭവിച്ചവരാണ് ഞാൻ ആദ്യം പറഞ്ഞ ചില പെൺപേരുകൾ. സ്വന്തം രൂപം നോക്കി ആസ്വദിച്ച് മഴയും മഞ്ഞും വെയിലുമേറ്റ് പനി പിടിച്ച് ചത്തുപോയ ഗ്രീക്ക് കഥാപാത്രം നാഴ്സിസിനെ പോലെ ആത്മരതിയിൽ അഭിരമിക്കാതെ മറ്റുള്ളവരെ കൂടി ഇടയ്ക്ക് ഒന്ന് പാളി നോക്കുന്നത് നല്ലതാണ്. ലെനാജി പ്ലീസ്. ലെനാനന്ദമയിയുടെ ഗുരു മഹാത്മാ മോഹൻലാൽ, ലാലിന്റെ ഗുരു ഓഷോ, ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? കുത്തഴിഞ്ഞ ലൈംഗികാസ്വാദനമാണ് സ്വയം തിരിച്ചറിയലിന്റെ ആത്മീയ ആനന്ദത്തിന്റെ പരകോടി ബെസ്റ്റ്. ഇതൊരു തരം ഭ്രാന്താണ്. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ പല തരത്തിലും റേഞ്ചിലും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയിലെ തിലകന്റെ കഥാപാത്രം ഓർക്കുന്നില്ലേ? 100% ഞാൻ യോജിക്കുന്നു എന്ന ആ ഒരു ഡയലോഗ് അയാളുടെ പ്രസംഗം കേട്ട ആർക്കെങ്കിലും തോന്നിയോ അയാൾ ഭ്രാന്തനാണെന്ന്? ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ടും, ആത്മഹത്യ പാപമാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടും മാത്രം ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് ജന്മങ്ങൾ. ഫ്ലൈ ഓവറുകളുടെ കീഴുകളിൽ വലിയ കൂറ്റൻ പൈപ്പുകളിൽ തലയൊളിക്കുന്നവർ, തലയൊളിക്കാൻ ഇടമില്ലാത്തത് മൂലം പെൺകുഞ്ഞുങ്ങളെ കഴുകന്മാരിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി കണ്ണിമിക്കാതെ കാവലിരിക്കുന്ന അമ്മമാർ, രോഗാതുരരായി മരുന്നിനോ ഭക്ഷണത്തിനോ നിവൃത്തിയില്ലാതെ കൈ നീട്ടേണ്ടി വരുന്നവർ. ഈ ലെനാജിക്കും ലാലാജിക്കും പിന്നെ ചത്തുപോയ ഓഷോജിക്കും ഒക്കെ വായും വയർ നിറയ്ക്കാനായി മഴയോ മഞ്ഞോ വെയിലോ വകവയ്ക്കാതെ പണിയെടുക്കുന്ന കൃഷിക്കാർ, കടമെടുത്ത് മുടിഞ്ഞ് ഒരു തുണ്ട് കയറിന്റെ തുമ്പിൽ അഭയം പ്രാപിക്കുന്നവർ, ശീതീകരിച്ച രമ്യഹർമ്മങ്ങളിൽ വിഹരിക്കുവാനായി രാപകലിനെ പൊരിവെയിലിൽ ചോര നീരാക്കി പണിയെടുക്കുന്നവർ, പലതരം മഹാരോഗങ്ങളുടെ പിടിയിലകപ്പെട്ട് വാർദ്ധക്യത്തിൽ സകലരാലും ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങൾ. ഇവരുടെയൊക്കെ ദുരിതമകറ്റാൻ ലെനാജി എന്തെങ്കിലും ഒരു പോംവഴി നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മകഥയിലുണ്ടോ? കൊഴുത്തുമിനുത്ത ശരീരഭാഗങ്ങളിൽ ടാറ്റു പതിച്ച്, നഗ്നമായ കൈത്തണ്ട കാണിച്ച്, ബിക്കിനിയും ഇട്ട്, ലിപ്സ്റ്റിക്കും വില കൂടിയ വാച്ചും ആഭരണങ്ങളും പട്ടുസാരിയും ഇട്ടുകൊണ്ടും
മറ്റും ഫുഡി ആണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ വിളമ്പുന്ന വിഡ്ഢിത്തങ്ങൾ കേൾക്കുമ്പോൾ ഓക്കാനമാണ് വരുന്നത്. വരേണ്യവർഗത്തിന് മാത്രം പ്രാപ്യമായ ആത്മീയത ഏത് മതത്തിന്റെ ഭക്തിധാരയിലാണുള്ളത്? ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, ക്രിസ്ത്യാനിറ്റി എന്തിലാണുള്ളത്? പറയൂ, ഏത് ഫിലോസഫിയിലാണുള്ളത്? സർവാഭരണ വിഭൂഷിതയായി ദന്തഗോപുരങ്ങളിലിരിക്കുന്ന ഈ വിട്ടുദൈവത്തിന്റെ വായിൽ കോലും തിരികെ വന്നിരുന്ന കോമാളികളാകുന്നവരെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് റീച്ച് കിട്ടാൻ ഏത് ചെകുത്താന്റെയും ഛർദിൽ വാരും, സ്വാഭാവികം. എന്നാൽ അതിന് കീഴിൽ വന്ന് ഗ്രേറ്റ്, റിയൽ, വാവ്, വണ്ടർഫുൾ, മാർവലസ്, ഫാബുലസ്, ജീനിയസ്, സുന്ദരി, സുശീല എന്നും പറഞ്ഞു വന്ന് ഛർദിൽ വിഴുങ്ങുന്ന അവരെ കുറിച്ചാണ് സങ്കടം. അതിലൊറ്റ ഒരു വിട്ടിക്കെങ്കിലും പറയാമോ ഇവർ ഈ പറയുന്നത് എന്താണെന്ന്? എനിക്കൊരു കുന്തവും മനസ്സിലായില്ല. ഞാൻ പലരോടും ചോദിച്ചു, അവർക്കും യാതൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, ആത്മീയ ദർശനമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത് എന്ന് പറയും. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരു കൊച്ചുകുട്ടിക്കല്ലാതെ ആർക്കും കഴിഞ്ഞില്ലല്ലോ. ഇനി അവര് പറയുന്നത് എല്ലാവർക്കും പ്രാപ്യമല്ലെന്നും ചില രോഗങ്ങളെപ്പോലെ, ഓണം ബമ്പർ പോലെ ലക്ഷങ്ങളിൽ അല്ല കോടികളിൽ ഒരാൾക്ക് മാത്രമാണ് ഇത് സാധ്യമാവുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആൾദൈവങ്ങളോടത്തോടും അനുയായികളോടും ഒന്ന് ചോദിച്ചോട്ടെ, ശതകോടികൾ ജനസംഖ്യ വരുന്ന ഈ ഭൂമുഖത്ത് ഇതേപോലെ ചില അവതാരങ്ങൾക്ക് മാത്രം പ്രാപ്യമായ ആത്മീയധാര, ഭക്തിധാര, ഈ സച്ചിദാനന്ദം അതെന്ത് പ്രയോജനമാണ് ഉണ്ടാക്കുന്നത്? അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രയോക്താവായ ശങ്കരാചാര്യർ പറഞ്ഞു, പരമാത്മാവും ജീവാത്മാവും രണ്ടല്ല, ഒന്നാണ്, ഒന്നിന്റെ തന്നെ അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. അത് ഇവർ പറയുന്നത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. ഇനി എല്ലാവരും ഒരു ജീവന്റെ അംശങ്ങളാണ്, നല്ല കോൺസെപ്റ്റ്. ഈ പ്രസംഗിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ പറയുന്നത് കൊണ്ട്, അത് കേൾക്കുന്നത് കൊണ്ട് ആർക്കെന്തു ഗുണമുണ്ടായി? എത്ര പേർ ഭൗതിക ജീവിതം വിട്ട് അല്ലെങ്കിൽ തെറ്റായ ജീവിതം വിട്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞു? കൊഴുത്തുരുണ്ട നിങ്ങളുടെ ശരീരഭാഗങ്ങൾ പച്ചകുത്തി പ്രദർശിപ്പിച്ച് ഇങ്ങനെ ബിക്കിനി വേഷത്തിൽ വന്നിരുന്ന് പറയുന്ന വിഡ്ഢിത്തം മൂലം ചില ചാനൽ അവതാരങ്ങൾക്ക് റീച്ച് കിട്ടുന്നുണ്ട് എന്നല്ലാതെ ആർക്കെന്ത് പ്രയോജനം? കുറെ മനഃശാസ്ത്രം, കുറെ അനാട്ടമി, കുറെ ഫിലോസഫി, ഇതൊക്കെ ഗൂഗിൾ നോക്കി കാണാതെ പഠിച്ചിട്ട് കുറെ ഇംഗ്ലീഷിൽ തട്ടി വിട്ടതുകൊണ്ട് ആർക്കെന്തു ഗുണം? അവർ പറയുന്നത് എന്താണെന്ന് ഏതെങ്കിലും ഒരു വിഡ്ഢിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? വെല്ലുവിളിക്കുന്നു.